ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുണ്ടാവും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ചാനലിൽ അധികം ഊട്ടിയിട്ട് ഓരോ വീഡിയോസുകളാവുന്നല്ലേ. അതെന്താ വെച്ചാൽ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിരുന്നിട്ട് ഓരോ ദിവസം വ്ളോഗ് ആക്കിയിട്ടുണ്ടായിരുന്നു ഓരോ സ്ഥലത്തിനെ പറ്റിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ നിർത്തിയത് ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും കണ്ടതല്ലേ. പിന്നെ അവിടെ നിന്ന് നല്ല ചെറിയ ചാറ്റൽ മഴയൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പോകുന്നു കേട്ടോ. പിന്നെ നല്ല തണുപ്പ് കിട്ടുക. അപ്പോൾ പിന്നെ എന്തായാലും ഡ്രസ്സ് എങ്ങനെയൊക്കെ കരുതിയിട്ട് അങ്ങനെ ഒരു ഡ്രസ്സും കടയിൽ പോയിട്ട് ലാലും പിന്നെ അങ്ങനത്തെ ഒരു കുപ്പായം കേട്ടോ എടുത്തത്. ഞാൻ പിന്നെ ഇങ്ങനെ കട്ടിയുള്ളൊരു കോട്ടാക്കിയിട്ട് ഉപയോഗിക്കാം, നമുക്ക് ടോപ്പായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ പിന്നെ അങ്ങനത്തെ എടുത്താൽ എന്താ വെച്ചാൽ നമുക്ക് ജീൻസ് ഇടാമല്ലോ, അടിയിൽ ഇന്നർ ഇട്ടിട്ട് ഇത് കോട്ടായിട്ട് ഉപയോഗിക്കാം. പിന്നെ ടോപ്പായിട്ടാണെങ്കിൽ ആ കുടുക്കും ഈ വെട്ടാലും ടോപ്പായിട്ട് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ ചേച്ചീനായിട്ടല്ല കമ്പനി ചെയ്യുന്നിട്ടാ. അപ്പോൾ ആ ചേച്ചിനോട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചറിയുന്നിട്ടാ. ഓൾക്ക് ഏകദേശം നമ്മൾ മലയാളക്കാർ അറിയിട്ടാ, നമ്മൾ പറയണൊക്കെ ഓൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നത് ഈ കളർ എടുത്താൽ ജീൻസ് നല്ല രസമുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഓരോന്ന് നുണയും പറഞ്ഞ് നിൽക്കിയതിട്ടാ. അപ്പോൾ കുറച്ച് നേരം അതിനായിട്ടൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോകുന്നുട്ടാ. പോകുന്ന വഴിക്ക് അടിപൊളി കാഴ്ചതാട്ടോ. ഇത് ഞങ്ങൾ റൂമിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ കേട്ടോ. പക്ഷെ നല്ല രസമാട്ടോ. എനിക്കാണെങ്കിലും ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുമ്പോൾ കുറച്ച് നേരം അവിടെ ഇറങ്ങണം കേട്ടോ. ഇറങ്ങി ഇങ്ങനെ കാണാൻ ഒരു പ്രത്യേക രസമാണല്ലോ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ എടുക്കാൻ പോയിന്ന് വെച്ചാൽ ബോട്ട് ഹൗസ് കാണാനായിട്ട്. ഞങ്ങൾ ആ വഴിക്ക് കൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ കയറണം എന്ന് കരുതിട്ടാ. പക്ഷെ വേറെ എന്തെങ്കിലുമൊക്കെ സ്ഥലം നിയത്ത് വെച്ചിട്ടാവും കേട്ടോ പോക്ക്. അപ്പോൾ പിന്നെ ഇവിടെ കയറാനുള്ളൊരു ഇട കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും ഞങ്ങളിങ്ങനെ അവിടെ എത്തിയിട്ട് അവിടെ തന്നെ ഒരു ഡാമുണ്ട് കേട്ടോ. പക്ഷെ ഡാം കുറേ നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചോദിച്ചാൽ നടക്കാനും പോയാൽ ഈ വെള്ളച്ചാട്ടം കാണാനല്ലേ, ഞാൻ ഇല്ലായിരുന്നു കേട്ടോ. അതിന് പിന്നെ അങ്ങോട്ട് പോയില്ല. ഞങ്ങൾ പിന്നെ ഇങ്ങനെ ബോട്ട് കയറാൻ വേണ്ടി പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാ. അങ്ങനെ വണ്ടി നിർത്തി കൊടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ കമ്പൊക്കെ വെക്കണം കേട്ടോ. പലതരം കടകളുണ്ട്. പക്ഷെ ഞാൻ അവിടെ ഒരു ചങ്ങായി ഇങ്ങനെ ഈ കമ്പ മസാല കൂട്ടി തിന്നണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പൂതിയിട്ടാണ് ഈ കമ്പ മസാല കൂട്ടി തിന്നാൻ. അത് പിഴിഞ്ഞ കമ്പ ഇങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ മസാല കൂട്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ ആ ചേച്ചിനോട് പറഞ്ഞു എനിക്കും നല്ല മസാല ഒക്കെ ഇട്ടിട്ട് വേണമെന്ന്, എനിക്ക് എരിവ് നല്ല വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ചേച്ചിനോട് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഇങ്ങനെ മുളകും പൊടി ഉപ്പൊക്കെ ഇതാക്കി ഇട്ടപ്പോൾ പറഞ്ഞു ഉള്ളിയും തക്കാളിയും വേണമെന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടെന്ന് പിന്നെ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് നല്ല സ്ട്രോങ്ങിൽ തന്നെ ഉണ്ടാക്കി തന്നിട്ടാ. നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നാരങ്ങയൊക്കെ പിഴിഞ്ഞപ്പോൾ എരിവും പുളിയൊക്കെ ആയിട്ട് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാനൊരു പാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ലാലുവിന് പിന്നെ ഇതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് പിന്നെ ഇടക്കും നിലക്കൊക്കെ അങ്ങനെ പെരയിൽ ഇത് ഉണ്ടാക്കി തന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ അതിങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് ഈ കമ്പം പീങ്ങിയൊക്കെ ഇട്ടിട്ട് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് തന്നാലും നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു വീഡിയോ ഉണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ, ഷോർട്സ് ഉണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ പോയി കാണാം കേട്ടോ. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വരുമ്പോൾ. അങ്ങനെ എന്തായാലും ഇത് പിന്നെ ഇങ്ങനെ പച്ച ഉള്ളിയും തക്കാളി കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ സംഭവം സെറ്റാട്ടോ. അങ്ങനെ പിന്നെ ആ റോഡിൻ്റെ ഒരു അരിക്ക് ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ തിന്നട്ടെ. ലാലു പിന്നെ 2 സ്പൂണ് തന്നിട്ട് ലാലുവിന് വേണ്ടായിരുന്നു, ലാലു പോയിട്ടാ. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. എനിക്കാണെല്ലാം തിന്നിട്ട് പൂതി കിട്ടണില്ല. പിന്നെ അവിടുന്ന് ഇങ്ങനെ ആക്കത്തിന് അന്തം വിട്ട് തിന്നാൽ കുരങ്ങന്മാർ കൊണ്ടുപോട്ടെ. കാരണം ചുറ്റോറും കുരങ്ങന്മാരാട്ടോ. ഐറ്റങ്ങൾ ഇങ്ങനെ ആട്ടിപ്പിച്ചാട്ടോ കുരങ്ങന്മാരൊക്കെ. അപ്പോൾ പിന്നെ വേഗം തിന്ന് അവിടുന്ന് പോകുന്നിട്ടാ. അങ്ങനെ ബോട്ട് ഹൗസിലെത്തിയിട്ടാണ്. അപ്പോൾ ഇത് വേറൊരു കുരങ്ങായി ഏതോ കുട്ടീൻ്റെ കൈക്കൊന്ന് തട്ടിപ്പറിച്ച് കമ്പം പീങ്ങിയത് ഇങ്ങനെ തിന്നാട്ടോ. ഒരു കൂസലില്ലാതെ എന്താ അപ്പോൾ അവൻ്റെ ആ തീറ്റ കാണാനെന്നാ. ആ ഇരുത്തൊക്കെ നോക്കി തിന്നണൊരു സെറ്റപ്പ് അല്ലേ. ഓരോ കൈവാളല്ലേ ഓരോ ജീവികൾക്കും. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം കേട്ടോ. ആ തിന്നണ കാണാൻ നല്ല രസമല്ലേ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മൾ തിന്നാൻ കൊടുത്തൊക്കെ മാതിരി ഇങ്ങനെ പകുതി അവിടെ കളഞ്ഞും ചെയ്തിക്കണം. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ലാലുവിനോട് ഇങ്ങനെ പറയുന്നിട്ടാ, കുഞ്ഞു കുട്ടികളെ കൈക്ക് കൊടുത്താൽ മാതിരിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം അതിനങ്ങനെ ട്രോളിങ് കണ്ട് അവിടെ നിന്നിട്ടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളും അവിടെ അങ്ങനെ നിൽക്കുന്നിട്ടാ. അപ്പോൾ നമുക്ക് ഇങ്ങനെ 2 ആൾക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെയും പോവാം. പിന്നെ അങ്ങനെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അങ്ങനെയും പോട്ടെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് വില കുറയും കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളും ഹൈദരാബാദോ അവിടെ എവിടെയോ ഉള്ളൊരു കുറച്ച് എന്താണ് ടീമേരെ കൂടെയിട്ട് ഞങ്ങൾ പോയത്. ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. അപ്പോൾ ഓല കൂട്ടത്തിൽ ചേർന്ന് നിൽക്കുന്നിട്ടാ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പൈസ കുറഞ്ഞ് കിട്ടും. 2 ആളാകുമ്പോൾ തോനെ പൈസ കിട്ടാം. അങ്ങനെ ഞങ്ങൾ അറ്റങ്ങളാണല്ലോ നല്ല കമ്പനി ഇട്ടാ. ഹൈദരാബാദിന് തോന്നുന്നു അങ്ങനെ എവിടെയോ കുറച്ച് ലോങ് ആട്ടാ, നമ്മളവിടെ ഉള്ളവരൊന്നുമല്ല. അങ്ങനെ എന്താണ് അറ്റങ്ങളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ കൂടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയായിട്ട് കയറി. ഞാനും ലാലും ബാക്കിലായിരുന്നു കേട്ടോ. അറ്റങ്ങളൊക്കെ മുന്നിലായിരുന്നു കേട്ടോ. നല്ല സ്വഭാവമുള്ള കാക്കാരായിരുന്നു കേട്ടോ. ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും. അങ്ങനെ ആ ആൾക്കാരൊക്കെ പോകണ കണ്ടപ്പോൾ ഞങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ സ്പീഡ് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ തുടക്കത്തിൽ ഇങ്ങനെ അതിൻ്റെ കരക്കെന്ന് പോണ കാരണം ആക്കത്തിനായിരുന്നു കേട്ടോ പോയിന്ന്. പിന്നെ ആ ലാലുവിനോട് അറിയത്തെത്താ അത് രസമില്ലല്ലോ എന്നൊക്കെ കേട്ടോ. പിന്നെ കുറച്ചങ്ങ് കൊണ്ട് എത്തിയപ്പോൾ സ്പീഡൊക്കെ കൂടുതൽ തുടങ്ങി കേട്ടോ. അപ്പോൾ ലാലുവിന് സംഭവം നല്ല ഇഷ്ടമായിക്കോട്ടെ കേട്ടോ. ലാലു എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇളം ചാറ്റിൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വൈബ് ചെയ്യുന്നുണ്ട്. അടിപൊളി ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കാറ്റും ഒക്കെ ആയിട്ട് ഈ ഒരു സംഭവം തന്നെ കാണാൻ ഒരു പ്രത്യേക രസം കേട്ടോ. ഈ മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് നല്ല പച്ച കളർ വെള്ളം ഇട്ടാ. അപ്പോൾ ഞാൻ അതിനോട് എന്ത് രസമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ നണി പറഞ്ഞിരിക്കുന്നുണ്ട്. അറ്റങ്ങൾ പല ഭാഷയിൽ എന്തൊക്കെയാണ് ഞങ്ങളോട് പറയുന്നത്. ഒരു കുറേ സെൽഫിയൊക്കെ എടുത്തപ്പോൾ ഞങ്ങളെയൊക്കെ കൂട്ടിയിട്ടാട്ടോ സെൽഫിയൊക്കെ എടുത്തിരുന്നു.
അങ്ങനെ നല്ല കമ്പനിയാണ്. നമ്മളൊരു വൈബിന് ഒത്തൊരാൾക്കാരായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ. എനിക്ക് ഈ ഭാഗമൊക്കെ എത്തിയപ്പോൾ നല്ല ഇഷ്ടമായിട്ട് നല്ലൊരു എന്തെന്ന് പറയുക നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഈ കടലിൽ തിരമാല അടിച്ചണ മാതിരി ചെറുതായിട്ട് ഇങ്ങനെ കരക്കൊക്കെ ഇങ്ങനെ തിരമാല അടിച്ചണൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഇയാൾ സ്പീഡ് കൂട്ടൽ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ലാലു പറയുന്നത് സെറ്റ് സെറ്റ് സൂപ്പറാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നു കേട്ടോ. സ്പീഡ് കൂടിയെന്ന് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ചെക്കനോട് കാര്യമായിട്ട് എന്താ പറയുന്നത് വെച്ചാൽ ആ ബോട്ടേരൊക്കെ പോയ മാതിരി ഞങ്ങളത് ഇങ്ങനെ ഇളക്കി തട്ടിന്ന് കേട്ടാ. അങ്ങനെ ആകുമ്പോഴല്ലേ രസം. ഇത് മറ്റേ സ്പീഡ് പോകുന്നുണ്ട് അത് രസമുണ്ട്. പക്ഷെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടുമ്പോൾ നമ്മൾ ഉകാൻ പോകുമ്പോഴൊക്കെ നല്ല രസമല്ലേ. അങ്ങനെ അത് ഞാൻ പറഞ്ഞ കേട്ടിട്ട് അതേമാതിരി ചെയ്തു തരട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ആട്ടുണ്ട് കേട്ടോ. പക്ഷെ ലാലു നല്ല എൻജോയ് ചെയ്തിട്ട് ലാലുവിനോട് പിടിച്ചിരിക്കാനായിട്ടാ പറയുന്നത്. ഞാൻ പിടിച്ചിരിക്കണമെന്നില്ല, ഞാൻ ഇരുന്ന് കൊണ്ട് വീഡിയോ എടുക്കാട്ടാ. അപ്പോൾ ലാലുവിനോട് ഇങ്ങനെ പിടിച്ചിരിക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ എന്നോട് ഓരോന്ന് പറയട്ടെ. അപ്പോൾ ഞാൻ ലാലുവിനോട് ഇപ്പോഴാണ് പൈസ എടുത്താൽ മുതലായതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നാണെങ്കിൽ പറഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നെ എനിക്ക് കൈ കഴുകാനൊരു പൂതിയിട്ട് നല്ല തണുത്ത പച്ച വെള്ളം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ താത്തണ കണ്ടപ്പോൾ ആ ചെക്കന് എൻ്റെ എല്ലാവിധ കളിക്കും കിട്ടുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്തിട്ടിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ താത്തിന്ന് കണ്ടപ്പോൾ ഓന് ഈ ബോട്ട് ഇങ്ങനെ ചെരിച്ച് തന്നിട്ട് നമുക്ക് കൈ ഇങ്ങനെ അടിയൊക്കെ തട്ടുന്ന വിധത്തിൽ അങ്ങനെ ചെരിച്ചത്. മറ്റവർക്കൊക്കെ പേടിയിട്ടാണ് ബോട്ട് ഇങ്ങനെ ചെരിയണ മാതിരി. ഇവനെ എനിക്കിങ്ങനെ താത്തി തരിക കേട്ടോ, എനിക്ക് വെള്ളത്തിൽ കൈ എത്താൻ വേണ്ടിയിട്ട്. ഞാൻ എന്തായാലും കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. പിന്നെ ഞങ്ങളെ രണ്ടാളെ ഇരുത്തം കണ്ടാൽ തന്നെ അറിയില്ല അഭിനയമാണെന്ന്. സത്യത്തിൽ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്നേന്നിട്ട്. അപ്പോൾ ആ ചെക്കന്മാരങ്ങനെ വീഡിയോ എടുത്ത് തന്നെന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടാ. പിന്നെ എല്ലാവരും ഇറങ്ങിയിട്ട് ഞാൻ ഇറങ്ങുള്ളൂ ഇറങ്ങിയിരിക്കുന്നു. എല്ലാവരും ഇറങ്ങിയതിൻ്റെ ശേഷം ഞാൻ ഇറങ്ങി. അപ്പം അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ പോയിട്ടുള്ള അപ്പം ഏതായാലും വെഡിങ് ആനിവേഴ്സറി പൊളി. അവിടുന്നൊക്കെ പിന്നെ ഞങ്ങൾ ആ ഹൈദരാബാദ് ഏറ്റങ്ങളോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഏറ്റങ്ങൾ തന്നെ കാറിൽ നിന്നിട്ട് വന്നിന്ന്. അതിന് ഒരു ചെക്കന്മാർ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തൊക്കെ വന്നപ്പോഴാണ് കണ്ടത് കുരങ്ങന്മാരൊരു യുദ്ധം ചെയ്യുന്നിട്ട്. അവിടെ കുറേ വണ്ടീൻ്റെ മേലെയും കുറേ അവിടെ ഇവിടെയൊക്കെ തൂങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങോട്ടൊന്നും പ്രത്യേകിച്ച് നമ്മൾ കൈക്കൊന്നും വെച്ച് വരാൻ പറ്റില്ല കേട്ടോ, ഒക്കെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകും. അത് ഞങ്ങൾ വണ്ടീൻ്റെ മേലൊക്കെ ഉണ്ടായിരുന്നിട്ട് അതിനൊക്കെ തച്ചാട്ടിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നിട്ടോ. അങ്ങനെ റൂമൊക്കെ എത്താൻ ടൈമിലുള്ള കാഴ്ചകളാട്ടോ അതൊക്കെ. പിന്നെ ഇതൊരു അങ്ങാടിയിലാട്ടോ. അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ റൂമൊക്കെ പോകണടത്തൊക്കെ കാടാട്ടാ. പിന്നെ കാട്ടുപോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ റൂമിൽ പോയിട്ടാ. ഇനി റൂമിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ തന്നിട്ടൊന്ന് കിടക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.